പ്രമുഖ മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ TGS ജോർജ് അന്തരിച്ചു. 97 വയസ്സായിരുന്നു. പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ച പ്രതിഭയാണ് ചരിത്രത്തിലേക്ക് വിട വാങ്ങുന്നത്. ഘോഷയാത്ര ജീവിതാനുഭവങ്ങളുടെ തുടരിൽ പ്രസിദ്ധീകരിക്കാൻ TGS കണ്ടെത്തിയതാണ് ഈ തലവാചകം. പത്രപ്രവർത്തനം, എഴുത്ത്, പിന്നെ ജീവിത കഥയാകെ ഘോഷയാത്രയാക്കി ചരിത്രമാവുകയാണ് ഒരു മഹാപ്രതിഭ കൂടി. 90-ാം വയസ്സിലും ബംഗളൂരു നഗരത്തിരക്കിലൂടെ ഡ്രൈവ് ചെയ്ത് കാലത്തെ എത്ര നിർഭയമായാണ് കണ്ടിരുന്നതെന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് TGS ജോർജ്. അന്ത്യം 96-ാം വയസ്സിൽ മണിപ്പാലിലെ ആശുപത്രിയിൽ. 3 വർഷം മുൻപ് ജീവിതയാത്രയെ കുറിച്ചിരുന്നു മാതൃഭൂമി ന്യൂസിലൂടെ അദ്ദേഹം. ജേർണലിസത്തിൽ കൂടെ സമ്പാദിക്കാനോ എൻ്റേതാക്കാനോ ആയിട്ട് യാതൊരു ആവശ്യവും എനിക്കില്ല. അതുകൊണ്ടായിരിക്കാം ഉള്ള കാര്യം തുറന്നു പറയാനുള്ള ധൈര്യം ഞാൻ പറയുന്നില്ല, ഒരു പ്രവണത എനിക്ക് ഉണ്ടായത് അതുകൊണ്ടായിരിക്കാം. പത്തനംതിട്ട തുമ്പമൺ സ്വദേശിയായ TGSനെ 2011 പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചു. തുടക്കം മുംബൈയിലെ പ്രസിദ്ധമായ ഫ്രീ പ്രസ് ജേണലിൽ, ദി സെറ്റലൈറ്റ്, ഫാർ ഈസ്റ്റേൺ എക്കണോമിക് റിവ്യൂ, ഏഷ്യ വീക്ക് പ്രസിദ്ധീകരണങ്ങളിൽ പത്രപ്രവർത്തകനായി. കാൽനൂറ്റാണ്ട് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനൊപ്പം. എഡിറ്റോറിയൽ അഡ്വൈസറായി പോയിന്റ് ഓഫ് വ്യൂ കോളം ആ 25 വർഷവും കയ്യിലൊതുക്കി എഴുതി. നൗ ഈസ് ദ ടൈം ടു സേ ഗുഡ് ബൈ എന്ന തലക്കെട്ടോടെ 3 വർഷം മുൻപ് സജീവ പത്രപ്രവർത്തനത്തോട് യാത്ര പറഞ്ഞു. തീരുന്നതേയില്ല TGS ചരിതം. 1965 ബീഹാർ മുഖ്യമന്ത്രി KB സഹായെ ധിക്കരിച്ച് പട്ന ബന്ദ് സ്വതന്ത്രമായി റിപ്പോർട്ട് ചെയ്തതിന് അറസ്റ്റിലായത് മറ്റൊരു ചരിത്രം. സ്വതന്ത്ര ഇന്ത്യയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യ പത്രാധിപർ. ജീവചരിത്രമായ ഘോഷയാത്ര മാത്രമായിരുന്നില്ല. VK കൃഷ്ണമേനോൻ, നർഗീസ്, MS സുബ്ബലക്ഷ്മി, സിംഗപ്പൂരിയൻ നേതാവ് ലീ ക്വാൻ യു, ഇവരെല്ലാം ജീവചരിത്രമായി TGSന്റെ തൂലികയിൽ. ഇപ്പോഴിതാ മറ്റൊരു കാലത്ത് ഘോഷയാത്രകളില്ലാതെ അദ്ദേഹം മടങ്ങുന്നു. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.